ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് എപ്പോഴും ആരോപണങ്ങളാണ്. ഈ അടുത്ത സമയത്തും കോടതി ചെന്നപ്പോൾ പറഞ്ഞ് നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അവരെ കുറ്റം പറഞ്ഞു. വീണ്ടും EVM പ്രശ്നമാണെന്ന് പറയാനുള്ള വരുന്നത്. അല്ല, കുറ്റം പറയല്ല. സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ തോക്കുമ്പോൾ മെഷീൻ മോശം, ജയിക്കുമ്പോൾ മെഷീൻ ഓക്കെ. അപ്പോൾ പറഞ്ഞ് ചന്ദ്രബാബു നായിഡു പണ്ട് ഇതിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ശരിയാണ്, ചന്ദ്രബാബു നായിഡു കുറ്റം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ? ജഗൻ ജയിച്ചപ്പോൾ. ജഗൻ തോറ്റപ്പോൾ ചന്ദ്രബാബു നായിഡു കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ എവിടെയൊക്കെ തോക്കുന്നുണ്ടോ അവിടെയൊക്കെ കുഴപ്പമില്ല, എവിടെയൊക്കെ ജയിക്കുന്നു അവിടെയൊക്കെ കുഴപ്പമില്ല, തോറ്റാ കുഴപ്പം. ഈ ഒരു പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി ഓടിച്ചത്. അപ്പോൾ നോക്കൂ, ഒരുപാട് കേസുകൾ വന്നു. നിരന്തരം ആളുകൾക്കിടയിൽ സംശയം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പെട്ടെന്ന് ഇത് പറയുമ്പോൾ ആളുകൾ ഓർക്കും ഈ വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞ സംവിധാനം തന്നെ കൊണ്ടുവന്നത് BJP ആണ്, BJP സർക്കാരാണ്. അല്ലല്ലോ, കോൺഗ്രസ് സർക്കാർ. കോൺഗ്രസിൻ്റെ കാലത്താണ് വോട്ടിംഗ് മെഷീൻ വന്നത്. വോട്ടിംഗ് മെഷീനെ കുറിച്ച് പണ്ട് വാജ്പേയി പരാതി പറഞ്ഞിട്ടുണ്ടെന്നാണ് അടുത്ത ന്യായം. അത് പറയുമ്പം ആ വോട്ടിംഗ് മെഷീൻ ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു, വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണെന്ന് ആദ്യം പറഞ്ഞത് വാജ്പേയി ആണ്. വാജ്പേയി പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനുമായി വാജ്പേയി രണ്ടാമത് തെരഞ്ഞെടുപ്പ് നേരിട്ടു. അതെ, തുടർഭരണം ഉറപ്പായിരുന്നു, പക്ഷെ തോറ്റു. അപ്പോഴാണ് വാജ്പേയി പറഞ്ഞത് EVM-ൽ അട്ടിമറി നടത്തിയിട്ടുണ്ട്. അന്നത്തെ EVM-ൽ അട്ടിമറി നടത്തിയിട്ടുണ്ടെന്നുള്ള ആക്ഷേപത്തിന് കാരണമുണ്ടായിരുന്നു. EVM-ലെ വോട്ട് ചെയ്ത ആളുകൾക്ക് തന്നെയാണോ രേഖപ്പെടുത്തിയതെന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ലായിരുന്നു, അന്നില്ലായിരുന്നു. അതിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ VVPAT എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ യൂണിറ്റ് ഇതിൽ ഘടിപ്പിച്ചത്. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് രേഖപ്പെടുത്തിയ ഈ മെഷീനിൽ രേഖപ്പെടുത്തുക മാത്രമല്ല, അതിൻ്റെ ഒരു സ്ലിപ്പ്, ആ ചിഹ്നം ഉൾപ്പെടെ നമുക്ക് കാണാമല്ലോ. വോട്ട് ചെയ്ത ചിഹ്നം വീഴുന്നത് അത്രയും കൗണ്ട് VVPAT വീഴുന്നുണ്ട്. തർക്കമുണ്ടായാൽ, ഗുരുതരമായ ഒരു പ്രശ്നം വന്നാൽ, കോടതി ഇടപെട്ടാൽ ഇത് തുറന്ന് VVPAT എണ്ണാൻ പറ്റും. ആ സംവിധാനം വാജ്പേയിയുടെ കാലത്തില്ലായിരുന്നു. അപ്പോൾ സംശയം ഉണ്ടാകാതിരിക്കാനുള്ള പുതിയ പരിഷ്കാരം, ഒരു പരിഷ്കാരം ഉണ്ടായ, ഒരു സംശയത്തിനുള്ള ഒരു റൂം ഫോർ സസ്പീഷ്യൻ എന്ന് പറയുന്ന പോലെ സംശയത്തിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നത് കൂടെ ഇല്ലാണ്ടാക്കി. അങ്ങനെയാണ് നമ്മുടെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കുറ്റമറ്റതായി മാറിയത്. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ എന്താണ്? സംശയമുള്ളവർ വരൂ, നിങ്ങളുടെ മുന്നിലേക്ക് മെഷീൻ തരാം, നിങ്ങളിത് അട്ടിമറി നടത്തി അതിനകത്ത് ഒരു ഇടപെടൽ നടത്തി കാണിച്ചു തരൂ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യാൻ സംഭവിക്കണം. അത് പള്ളി പറഞ്ഞാൽ മതി പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയി ഇവരെന്താ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ അറിയാം? പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ഞങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളുമായിട്ട് വരൂ, എന്നിട്ട് നിങ്ങളത് മാനിപ്പുലേറ്റ് ചെയ്ത് കാണിക്കൂ. ആ വെല്ലുവിളി ആരും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഈ ഇലക്ട്രോണിക് നമുക്ക് ഇടപെടാൻ പറ്റുന്ന സംവിധാനത്തിന് ഒരു മെഷീനുമായി ബന്ധപ്പെടാൻ പറ്റും. ഒന്നെങ്കിൽ വൈഫൈ വഴി, അല്ലേ, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വഴി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴി ബന്ധപ്പെടാൻ പറ്റണം. ഇതൊന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റാൻഡ് അലോൺ മെഷീനാണ്. അതൊരു കാൽക്കുലേറ്റർ പോലെയാണ്. കാൽക്കുലേറ്റർ നമുക്ക് എങ്ങനെ ഇടാൻ പറ്റും? പുറത്ത് നിന്ന് ഒരാൾക്ക് ഇടാൻ പറ്റുമോ? അത് വേണേൽ അഴിച്ചെടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും തിരുമറി നടത്താം. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് സീൽഡാണ്, അല്ലേ? അത് ആ സീല് തുറന്നിട്ട് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ മുന്നിൽ വെച്ച് പരിശോധിക്കും. അതിനകത്ത് വല്ല വോട്ടുണ്ടോ എന്ന് എണ്ണി നോക്കിയിട്ടാണ് ഓരോ മെഷീനും ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ കീസും ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ നോക്കും. 00 കാണിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നോ വോട്ട്സ് എന്ന് കാണിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ട്രയൽ വോട്ടുകൾ പരീക്ഷിക്കുമ്പോൾ ചെയ്യുന്ന വോട്ടുകളുണ്ട്. മെഷീൻ നല്ലതാണ്, ചിലപ്പോൾ ഒരു 10 വോട്ട് കാണും. അത് 10 വോട്ട് ഇത്ര ഇന്ന ചിഹ്നത്തിൽ എന്ന് സാമ്പിൾ ടെസ്റ്റ് നടത്തിയ വോട്ടുകളിന് അത് രേഖപ്പെടുത്തി വെക്കും. എന്നിട്ട് വീണ്ടും സീൽ ചെയ്യും. ഈ മെഷീനാണ് വോട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ മെഷീൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? സ്റ്റോർ റൂമിൽ കൊണ്ട് സൂക്ഷിക്കും. ആ സ്റ്റോർ റൂം സീൽ ചെയ്യും. സായുധ സേനയെ വിന്യസിക്കും. അതുകൂടാതെ അതിൻ്റെ പുറത്ത് ആയിരിക്കും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ കാത്തിരിക്കും. അത്ര കുറ്റമറ്റ തരത്തിലാണ് നടത്തുന്നത്. പഴുതടച്ച സുരക്ഷയാണ്. ഇത് അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല. അപ്പൊ തോൽവി സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അന്നിട്ട് അവർക്ക് ഇടയ്ക്ക് പറയുന്നത് അറിയോ? അന്ന് ഒരു കാര്യം, ഞാൻ VVPAT സ്ലിപ്പില്ലേ അത് എണ്ണിയാൽ പോരെ, അതാ പിന്നെ വോട്ടിംഗ് മെഷീൻ വേണ്ടല്ലോ, നേരിട്ട് എണ്ണിയാൽ പോരെ. അപ്പോൾ ഇവർക്ക് വേണ്ടത് ബാലറ്റ് പേപ്പറാണ്. ബാലറ്റ് പേപ്പർ വന്നാൽ ശരിയാ, ബാലറ്റ് പേപ്പർ വന്നാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നറിയോ? വ്യാപകമായി കള്ളവോട്ട് ചെയ്യാം, ബൂത്ത് പിടിക്കാം, ഇതൊക്കെ പറ്റും. പിന്നെ അതിന് ഒരുപാട് സമയമെടുക്കും. സമയം പ്രശ്നമല്ല, ഞങ്ങൾ സഹിച്ചു. പക്ഷേ നിങ്ങൾക്ക് കള്ളവോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പം മോദി സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതൊക്കെ മാറിയിട്ട് വോട്ടിങ് നിങ്ങൾ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാം. എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നൊരു 10 വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ ഇന്ത്യയിലും വന്നേക്കാം. നമ്മുടെ എല്ലാം ആധാർ ഉണ്ടല്ലോ, ആധാറിൽ ഫിംഗർ പ്രിന്റ് ഉണ്ടല്ലോ. നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ വഴി
നമ്മുടെ വിരലടയാളം വെച്ച് ആധാർ ലിങ്ക്ഡ് ആക്കി നമുക്ക് ആക്സസ് ചെയ്ത് നമ്മുടെ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന സ്ഥിതി വന്നാലോ? ബൂത്തിൽ പോലും പോകണ്ട, തീർന്നു, കള്ളവോട്ടേ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയും വരാം. ഇലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആയി കൂടുതൽ മോഡേണൈസ് ആയി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പുതിയൊരു പരാതി സുപ്രീം കോടതി വന്നിരിക്കുക. എന്നറിയോ? അതായത് ഒരു പോളിംഗ് മെഷീനിൽ 660 വോട്ടേ ഒരു ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. അത് കണക്ക് പറയുന്നത് 11 മണിക്കൂറാണ് വോട്ടെടുപ്പ്. 11 മണിക്കൂർ. ഒരാൾക്ക് മിനിമം 1 മിനിറ്റ് വേണം. നമ്മൾ വരുന്നു, നമ്മുടെ പേര് പരിശോധിക്കുന്നു, നമ്മൾ ഒപ്പിടുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ വിരലിൽ മഷി പതിക്കുന്നു, എന്നിട്ട് നമ്മൾ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നു. മിനിമം 1 മണിക്കൂർ, അല്ല 1 മിനിറ്റ്. 1 മിനിറ്റ് അല്ല, അത് കൂടുതൽ എടുക്കും. 1 മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും 1 മിനിറ്റ് കൂട്ടിയാൽ തന്നെ 660ഓളം വോട്ടുകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ മുമ്പൊരിക്കൽ പറഞ്ഞു 1500 വോട്ട് വരെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ 1000 വോട്ടൊക്കെ ചെയ്യുന്നുണ്ട് മെഷീൻ. ഇതെങ്ങനെ പറ്റും? ശരിയാ, 11 മണിക്കൂർ കൊണ്ട് 1 മിനിറ്റ് എടുത്താൽ കണക്ക് കൂട്ടിയാൽ ശരിയാണ്. പക്ഷേ നമ്മുടെ പല പോളിംഗ് ബൂത്തുകളിലും 11 മണിക്കൂറാണോ വോട്ട് ചെയ്യുന്നത്? അല്ല. രാത്രി 10 മണിക്ക് വരെ വോട്ട് നടപ്പ് നടക്കുന്ന ബൂത്തുകളുണ്ട്. ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യും? ആളുകൾ ക്യൂ നിൽക്കും. അവർക്ക് സ്ലിപ്പ് കൊടുത്തിട്ട് ആ 5 മണി അല്ലെ 6 മണിക്കാണ് സമയമെങ്കിൽ അതുവരെ ക്യൂവിലുള്ള മുഴുവൻ വരെ വോട്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ 11 മണിക്കൂർ കൊണ്ട് 11 മണിക്കൂർ കൊണ്ട് വോട്ടിംഗ് പൂർത്തിയാക്കണമെന്ന് ശഠിക്കുന്നില്ല. അതൊരു സൗകര്യമാണ്. പക്ഷേ ആളുകളുടെ വോട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും മൗലികമായ ജനാധിപത്യ അവകാശമാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ എല്ലാ സംവിധാനവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത പരാതി ഇതാണ്, 11 മണിക്കൂർ കൊണ്ട് 660 വോട്ടിൻ്റെ അപ്പുറത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പ്രശ്നമാണ്, പുതിയ വാദം. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ ഈ പ്രചാരണം തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഒരു പുതിയ നടപടി ഉണ്ടായി. അത് മുംബൈ സൈബർ പോലീസ് ഒരാൾക്കെതിരെ കേസെടുത്തു, FIR ഇട്ടു. ഇയാളുടെ പേര് സയ്യിദ് ഷൂജ എന്നാണ്. ഇയാൾ ലണ്ടനിലാണ്. ലണ്ടനിലിരുന്ന് ഇയാൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ട് പറഞ്ഞു അയാൾക്ക് ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞ് വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലണ്ടനിൽ പത്രസമ്മേളനം നടത്തിയത്. ഇപ്പോൾ അയാൾ വീണ്ടും 2014 ഇലക്ഷനിലെ പോളിംഗ് അട്ടിമറിച്ചു. പോളിംഗ് മെഷീനിലെ വേറെ സ്ഥലത്തിരുന്ന് ഹാക്ക് ചെയ്ത് ഹാക്കർമാരെ ഉപയോഗിച്ചിട്ട് ഇലക്ഷൻ 2014 മോദി അങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞ് സംഭവം ഇയാൾ നടത്തി. 2019 ഇലക്ഷന് മുമ്പ് ഇയാൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഇയാൾ വീണ്ടും മഹാരാഷ്ട്ര ഇലക്ഷൻ ഇതുപോലെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് ലണ്ടനിലിരുന്ന് ഒരു ഗീർവാണം അടിച്ചു. ബോംബെ പോലീസ് അയാൾക്കെതിരെ FIR ഇട്ടു. പുതിയ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 318(4), IT ആക്ടിലെ 43G(6) തുടങ്ങിയ വകുപ്പുകളും ഡൽഹി പോലീസ് ഇത്രയിട്ട് കേസ് ചെയ്തു. ഡൽഹി പോലീസ് മുമ്പ് ഇയാൾ ഈ ആരോപണം നടത്തിയപ്പോൾ IPC 505(1)B പ്രകാരം 2019 കേസെടുത്തിരുന്നു. പക്ഷേ ഇത് കേസൊക്കെ എടുത്ത് എന്നല്ലാണ്ട് പിന്നീട് അതിൽ ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടായില്ല മഹാരാഷ്ട്രയിൽ. പക്ഷേ ഇപ്പോൾ ഈ കേസിൽ മഹാരാഷ്ട്ര ഇലക്ഷനിലും ഇതുപോലെ ഇയാൾ വോട്ടിംഗ് മെഷീൻ ദുരുപയോഗപ്പെടുത്തി അട്ടിമറിച്ചിട്ടാണ് മഹാരാഷ്ട്രയിൽ ജയിച്ചത് എന്നുള്ള പരാതി ലണ്ടനിലിരുന്ന് ഇയാൾ പരാതിയല്ല ആക്ഷേപം നടത്തിയപ്പോൾ അയാൾക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുക. അപ്പോൾ മഹാരാഷ്ട്ര ഇലക്ഷൻ കമ്മീഷനാണ് കേസെടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം, വോട്ടിംഗ് മെഷീനുകളുടെ സുതാര്യത രാജ്യത്തെ പരമോന്നത കോടതികൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇത് ഹാക്ക് ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കാൻ വേണ്ടി അനേകം തവണ ഇലക്ഷൻ കമ്മീഷൻ അവസരമുണ്ടാക്കി കൊടുത്തതാണ്. ആർക്ക് വേണമെങ്കിലും. ഇനിയിപ്പോൾ നാളെ സിനു പറയുകയാണ് ഇലക്ഷൻ എനിക്ക് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കണം, എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ അവർ അനുവാദം തരും. ഇനി ഉള്ള കാലം മുഴുവൻ തന്നുകൊണ്ടിരിക്കുക, അതല്ല ഇലക്ഷൻ കമ്മീഷൻ വേറെ പണിയുണ്ട്. പക്ഷേ അങ്ങനെ വരൂ, ഞങ്ങളുടെ മുന്നിൽ വരൂ, നിങ്ങൾ ടേബിളിലിരിക്കും, നിങ്ങളുടെ മുന്നിൽ മെഷീൻ തരാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പലതവണ പറഞ്ഞിട്ടും ആ വെല്ലുവിളി സ്വീകരിക്കാതെ ഇങ്ങനെ ഇലക്ഷൻ പ്രക്രിയയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ദുരുദ്ദേശപരമായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കേസെടുക്കും എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു. അത് ഇവിടെ ഇരുന്നല്ല, നീ അങ്ങ് ലണ്ടനിൽ നിന്ന് പറഞ്ഞാലും കേസെടുക്കും. ഇപ്പോൾ സയ്യിദ് ഷൂജുവിനെതിരെ കേസെടുത്തു. സയ്യിദ് ഷൂജുവിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അയാൾ ലണ്ടനിലാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറാണ്, ഇന്ത്യൻ പൗരനാണ്. അപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടാൽ സയ്യിദ് ഷൂജു ലണ്ടനിൽ നിന്ന് ഇവിടെ വരേണ്ടി വരും. പൊക്കിക്കൊണ്ടുവരും, ഇന്റർപോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരും. ഇവിടെ വന്നാൽ പിടിച്ച് ജയിലിലിടും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഇലക്ഷൻ കമ്മീഷൻ്റെ സുതാര്യതയെ ചോദ്യം ചെയ്തതിന് ഒരു പൗരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞ് ഇവിടുത്തെ നിലവിളി വരും. പക്ഷെ കുറെ കാലമായില്ലേ ഈ പണി നോക്കിയിട്ട്, കുറെ കാലമായി. ഏതൊക്കെ കോടതിയിലാണ് പോകുന്നത് അല്ലേ? ഓരോരോ ഘട്ടത്തിനകത്ത് ഞാൻ ഈ മീഡിയ വണ്ണിനെ കുറിച്ച് വിദ്യം പറയാം. നമ്മുടെ മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് 3
കക്ഷികളിരുന്നിട്ട് നടന്ന മറ്റേ ചർച്ചയുണ്ടല്ലോ, അടുപ്പൂട്ട് അടുപ്പ് കൂട്ടോ അടുപ്പിലിരിപ്പോ എന്തെങ്കിലും ആട്ടെ, അതിനകത്ത് പറയുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഇലക്ഷൻ നോക്കി. പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര ജയിച്ചു, ജാർഖണ്ഡ് തോറ്റു കൊടുത്തു. കേരളവും ഇനി കർണാടകയും കൊണ്ട് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വലിയ സ്റ്റേറ്റ് ഏതാ? കർണാടക. അതുകൊണ്ട് കർണാടക എടുക്കാം, കേരളം തോറ്റു കൊടുക്കാം. അതാണ് ഇപ്പോൾ പോളിസി. മനസ്സിലായില്ലേ? എന്നാ പിന്നെ ഈ പാർലമെന്റ് ഇലക്ഷനിൽ BJPക്ക് ഒരു 300 സീറ്റെങ്കിലും മേടിക്കും. ഒറ്റയ്ക്ക് മേടിക്കാൻ മേലായിരുന്നു. 275 സീറ്റെങ്കിലും 240 നിർത്തിയിട്ട് ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും പുറകെ നടക്കേണ്ട ഗതിയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിലെങ്കിലും 400 വേണ്ട, ഒരു 270, 75 അല്ലെങ്കിൽ ഒരു 250 സീറ്റ് വരാനല്ലോ. അത്രയധികം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അത് എനിക്ക് ചില ആളുകൾ ഇപ്പോൾ ഇലക്ഷൻ്റെ അന്ന് നമ്മുടെ ഈ സംഘപരിവാറുമായി ബന്ധമുള്ള BJPക്കാരായ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയാം, അതെ ഞാൻ ഇത്രാം ബൂത്തിലിരുന്ന് ഹാക്കിംഗ് ആരംഭിക്കാൻ പോവുകയാണ്, പ്രത്യേക നിർദ്ദേശം വല്ലതുകൊണ്ട് എന്നെ അറിയിക്കണം എന്ന് FB പോസ്റ്റ് ഇടാറുണ്ട്. അങ്ങനെ ഹാക്ക് ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ഈ ആളുകളുടെ വീഴ്ച സംഭവിച്ചതായിരിക്കും അല്ലേ? വളരെ വലിയ വീഴ്ചയാണ്. അടുത്ത പ്രാവശ്യം വീഴ്ച വരാതെ ശ്രദ്ധിക്കണം. അങ്ങനെ വീഴ്ച വരുത്തുന്നവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കും. അത് വേണ്ടതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ മുമ്പൊരിക്കൽ ബൈബിളിൽ പറഞ്ഞ പോലെ, നീ ആകാശത്ത് കഴുകന്മാർക്കൊപ്പം പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന് ബൈബിളിൽ പറയുന്നത് പോലെ, നീ അമേരിക്കയിൽ പോയിരുന്നാലും നീ UK ലണ്ടനിൽ പോയിരുന്നാലും അവിടെ ഇരുന്ന് ഇലക്ഷൻ കമ്മീഷനിട്ട് പണി വെച്ചാൽ, കള്ളത്തരം പറഞ്ഞാൽ, വ്യാജ ആരോപണം പറഞ്ഞാൽ നിന്നെ അവിടുന്ന് പൊക്കി ഇവിടെ കൊണ്ടുവരുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെയുള്ള ഈ EVM മെഷീൻ നിലവിളി സംഘം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. പണി വരുന്നുണ്ട് അവറാച്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.